ജീവിതത്തെക്കുറിച്ച് ആർക്കും മുൻകൂട്ടി ഒന്നും പറയാൻ സാധിക്കില്ല. എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് എല്ലാം അപ്രതീക്ഷിതമായിട്ടായിരിക്കും. ഇന്നുള്ള സന്തോഷം നാളെ ചിലപ്പോൾ ദുഃഖത്തിലേക്ക് വഴിമാറാൻ അധികം സമയമൊന്നും വേണ്ടിവരില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ ഒപ്പം ജീവിതം സന്തോഷകരമായി മുന്നോട്ടു പോകുമ്പോൾ അതിനൊടുവിൽ ദുഃഖമായിരിക്കും കാത്തിരിക്കുന്നത് എന്നതല്ലേ ഏറ്റവും വലിയ വേദന. വിവാഹം കഴിഞ്ഞ് അധികം നാളുകളാകാത്ത ദമ്പതികളായിരുന്നു ആതിരയും രാഘവും. അവർ രണ്ടുപേരും ഒരുപാട് സ്വപ്നങ്ങളാണ് കണ്ടത്. തങ്ങളുടെ പുതിയ ഭാവിക്കായി ഒരുമിച്ചുള്ള കാത്തിരിപ്പിലായിരുന്നു രണ്ടുപേരും. പക്ഷേ അപ്രതീക്ഷിതമായ അവരുടെ ജീവിതത്തിലേക്ക് കടന്നുവന്ന ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. കളിചിരികൾ നിറഞ്ഞ ജീവിതത്തിൽ പെട്ടെന്ന് സങ്കടം ചേരുമെന്ന് ആരും കരുതിയില്ല. അവരുടെ ഒന്നിച്ചുള്ള സ്വപ്നങ്ങളിൽ ആതിര തനിച്ചായിരിക്കുകയാണ്. രാഘവിന് അപകടം പറ്റിയെന്നാണ് ആതിരയോട് പറഞ്ഞിരുന്നത്. അത് പറഞ്ഞാണ് അപകടം നടന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതും. അവിടെ എത്തുന്നതുവരെ അവൾ ആശ്വസിച്ചു. ചേട്ടനൊന്നും സംഭവിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ അവിടെ എത്തിയപ്പോൾ തന്നെ അവൾക്ക് കാര്യം മനസ്സിലായി. തന്നെ തനിച്ചാക്കി രാഘവ് പോയിരിക്കുന്നു എന്ന വിവരം. ഒന്നും പറയാതെ ആതിര നിശബ്ദമായി മാത്രം തേങ്ങി. കണ്ണുകളിൽ നിന്ന് ഒഴുകിയതൊക്കെയും വെറും കണ്ണീരല്ല, ഹൃദയം തകർന്ന് മുറിഞ്ഞൊഴുകിയ രക്തക്കണ്ണീരായിരുന്നു അത്. 5 മാസം മാത്രമായിരുന്നെങ്കിലും ഒരു ദാമ്പത്യ ജീവിതം ആതിരയ്ക്ക് ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഓർമ്മകൾ കൊണ്ട് നിറഞ്ഞതാണ്. പ്രിയപ്പെട്ട രാഘവിനി ഒരിക്കലും വരില്ലെന്നറിഞ്ഞപ്പോൾ ആതിരയ്ക്ക് വാവിട്ട് കരയാൻ പോലും കഴിഞ്ഞില്ല. വാക്കുകളെല്ലാം വല്ലാത്തൊരു വേദനയുടെ അടിയൊഴുക്കിൽ മുങ്ങിപ്പോയി. തളർന്ന മനസ്സോടെ സഹോദരന്റെ തോളിൽ ആതിര ചാഞ്ഞുകിടന്നു. കഴിഞ്ഞ ദിവസം കൂടി കുടുംബമെല്ലാം ഒന്നിച്ച് ചിരിച്ചു കളിച്ച് സന്തോഷം പങ്കുവച്ച് ആതിര ആ നിമിഷം ഓർത്തു. അത്ര വേഗത്തിൽ ഈ ചിരികളൊക്കെയും ഇല്ലാതാവുമെന്നും ഈ നിമിഷങ്ങൾ ദുഃഖത്തിലേക്ക് മാറുമെന്നും ആലോചിച്ചുമില്ല. ഇത്രയേറെ പെട്ടെന്ന് പിരിയാനായിരുന്നോ നമ്മൾ എന്നൊരു ചോദ്യം ആതിരയുടെ ഓരോ കണ്ണീരിലുമുള്ള ചോദ്യമായിരുന്നു. അവരുടെ സ്വപ്നങ്ങൾ ഒന്നിച്ച് കണ്ട ഭാവിയെല്ലാം തകർന്നിരിക്കുകയാണ്. അവളെ ആശ്വസിപ്പിക്കാൻ അവളുടെ സഹോദരന് പോലും വാക്കുകൾ ലഭിച്ചിരുന്നില്ല. നിർമ്മാണം പുരോഗമിക്കുന്ന പാലത്തിന്റെ ഒരു ഗർഡർ കോൺക്രീറ്റ് ചെയ്യുന്നതിനിടെ തകർന്ന് അച്ഛൻ കോവിലാറ്റിൽ വീണ 2 തൊഴിലാളികൾ ഒഴുക്കിൽപ്പെട്ട് മുങ്ങി മരിക്കുകയായിരുന്നു. 5 പേർ നീന്തിക്കയറി. ചെന്നിത്തല ചെട്ടിക്കുളങ്ങര പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കീച്ചേരിക്കടവ് പാലം പണിക്കിടെ ഇന്നലെ ഉച്ചയ്ക്ക് 1:30 ഉണ്ടായ അപകടത്തിൽ മാവേലിക്കര കല്ലുമല അക്ഷയ് ഭവനത്തിൽ രാഘവ് കാർത്തിക്കും ഹരിപ്പാട് തൃക്കുന്നപ്പുഴ കിഴക്കേക്കര വടക്ക് മണികണ്ണൻചിറ ബിനു ഭവനത്തിൽ ജി ബിനുവുമാണ് മരിച്ചത്. എന്തോ പൊട്ടുന്ന ശബ്ദം കേട്ട് രാഘവ് കാർത്തിക് മുകളിൽ കയറി പരിശോധിക്കുമ്പോൾ തട്ടും കോൺക്രീറ്റും ഉൾപ്പെടെ താഴേക്ക് പതിക്കുകയായിരുന്നു. ആറ്റിലേക്ക് തെറിച്ചു വീണ 7 പേരിൽ 5 പേരും നീന്തിക്കേറി. രാഘവും ബിനുവും ഒഴുക്കിൽപ്പെട്ടു. ഇവരെ രക്ഷിക്കാൻ ശ്രമിച്ച ബിജു ഒഴുക്കിൽപ്പെട്ടെങ്കിലും സമീപം വീടുപണിയിലേർപ്പെട്ടിരുന്ന ബീഹാർ സ്വദേശികൾ കയറിട്ടു നൽകി രക്ഷിച്ചു. കാർത്തിക്കിന്റെയും ഗീതയുടെയും മകനാണ് രാഘവ്. 5 മാസം മുൻപായിരുന്നു വിവാഹം. ഭാര്യ ആതിര. ഗോപിയുടെയും അംബുജാക്ഷിയുടെയും മകനാണ് ബിനു. അവിവാഹിതനാണ്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.